ഞാൻ 1-ലോ 2-ലോട്ട് പഠിക്കുന്ന കാലത്ത് അച്ഛൻ അന്ന് ഗുരുവായൂരാ വർക്ക് ചെയ്തിരുന്നത്. സ്കൂള് പൂട്ടിയ അച്ഛൻ വരും വേലൂർക്ക് കൊണ്ടുപോവാൻ. അച്ഛനും അച്ഛമ്മയൊക്കെ അന്ന് വേലൂരാ താമസിച്ചിരുന്നത്. ഇറങ്ങണ സമയത്ത് അമ്മയുടെ വക ഒരു താക്കീത്, പുതിയ വളയാണ് കേട്ടാ കൈമ കിടക്കണേ, പൊട്ടിച്ചാൽ നിനക്ക് നല്ല പെട കിട്ടും പീനെ. ഗുരുവായൂരിന്ന് കേച്ചേരി ഇറങ്ങി വേറെ ബസ് പിടിച്ചിട്ട് വേണം വേലൂർക്ക് പോവാൻ. വേലൂർ ഇറങ്ങിയാലും പിന്നെയും കുറച്ചൊക്കെ നടക്കണം. അച്ഛനെ എടുക്കുമൊന്നുമില്ല. വിചാരിച്ച പോലെ തന്നെ നടന്ന് കുറച്ച് ദൂരം എത്തിയപ്പോഴേക്കും ഞാൻ പൊത്തോന്ന് പറഞ്ഞു വീണു. കയ്യിലെ 3-4 വേള അവിടെ തന്നെ പൊട്ടി. പിന്നെ അങ്ങോട്ട് 10-15 ദിവസം എന്നും വൈകുന്നേരം വിളക്ക് കൊളുത്തിയ എനിക്ക് ഒന്നേ പ്രാർത്ഥിക്കാനുണ്ടായിരുന്നുള്ളൂ, കൃഷ്ണ ഗുരുവായൂരപ്പ, അമ്മയ്ക്ക് ഓർമ്മയുണ്ടാവല്ലേ, അമ്മ അടിക്കല്ലേ. അമ്മ വന്നു അവധിയൊക്കെ കഴിഞ്ഞ് എന്നെ കൊണ്ടുപോവാൻ. അമ്മ വളയുടെ കാര്യം ചോദിച്ചേ ഇല്ല. എനിക്ക് ഭയങ്കര അത്ഭുതമായി. ഇനിയിപ്പോ അമ്മ മറന്നതാവോ, അതോ ഇനിയിപ്പോ ഭഗവാൻ ഗുരുവായൂരപ്പൻ അമ്മയെ കൊണ്ട് മറക്കാൻ പ്രേരിപ്പിച്ചതാണോ? പക്ഷെ ഒരു കാര്യം വളരെ ഉറപ്പായി, ആ കുഞ്ഞു മനസ്സിൽ അന്ന് തൊട്ട് ഗുരുവായൂരപ്പൻ ഇടം പിടിച്ചു. കുറെ നാള് ഗുരുവായൂർ താമസിച്ചോണ്ടാണോന്നറിയില്ല, ഇന്നും അതെ, ഏത് അമ്പലത്തില് ഏത് പ്രതിഷ്ഠയാണെങ്കിലും എനിക്ക് ആദ്യം കൃഷ്ണ ഗുരുവായൂരപ്പാന്നേ പറയാൻ തോന്നാറുള്ളൂ.